ചാലക്കുടി മേലൂരിൽ മിന്നൽ ചുഴലി, മുള്ളൻപാറ, പിണ്ടാണി എന്നിവിടങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. ഉപരാഷ്ട്രപതി തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. രാവിലെ 8 മുതൽ 10 വരെ ദർശനത്തിന് നിയന്ത്രണം. ക്ഷേത്രനഗരിയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കൂൺഗ്രാമം പദ്ധതിയിലേക്ക് ഇരിങ്ങാലക്കുട മണ്ഡലത്തെ തെരഞ്ഞെടുത്തതായി മന്ത്രി ആർ ബിന്ദു. പച്ചക്കുട സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് കൂൺഗ്രാമം പദ്ധതി മുതൽക്കൂട്ടാവുമെന്ന് മന്ത്രി. കുന്നുകുളം പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ പുരോഗമിക്കുന്നു. പൈപ്പിട്ട ഭാഗത്ത് ചെളി കെട്ടി നിൽക്കുന്നത് കാൽനട യാത്രക്കാരെ വലയ്ക്കുന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചാലക്കുടി മേലൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 50ഓളം പറമ്പുകളിലെ കാർഷിക വിളകൾ നശിച്ചു. 5 വീടുകളുടെ മുകളിൽ മരം വീണു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മുള്ളൻപാറ, പന്തൽപ്പാടം, പിണ്ടാണി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു വൻ നാശമുണ്ടായത്. മുള്ളംപാറ മംഗലത്ത് രാഹുലിന്റെ പറമ്പിൽ 50 ജാതിമരങ്ങൾ കടപുഴകി വീണു. മൂത്തേടം ജോൺസന്റെ, കൈതാരം ജോസ്, ഇയാളുടെ ജ്യേഷ്ഠൻ വർഗീസ്, പെരുമ്പിള്ളിയാൽ പ്രസന്നൻ, നാഴിയമ്പാറ ലിജോ തുടങ്ങിയവരുടെ കാർഷിക വിളകളാണ് നശിച്ചത്. തേക്ക്, തെങ്ങ് തുടങ്ങിയ മരങ്ങളും നിലംപൊത്തിയിട്ടുണ്ട്. മുള്ളംപാറ മൂത്തേടൻ സെബാസ്റ്റ്യന്റെ പറമ്പിലെ മരങ്ങൾ വീണ് ലീല ജോൺസന്റെ വീടിന് ഭാഗികമായി കേടുപറ്റി. 7 വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. മരങ്ങൾ വീണ് മേലൂർ അടിച്ചിലി റോഡിലെ ഗതാഗതം സ്തംഭിച്ചു. ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വിവിധ യുവജന സംഘടനകളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത് നഗരത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. DGP രവാഡ ചന്ദ്രശേഖർ ഗുരുവായൂരിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ക്ഷേത്രത്തിനകത്തും ശ്രീവത്സത്തിലും പരിശോധന നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ ചുമതലയുള്ള നോർത്ത് സോൺ IG രാജ്പാൽ മീണ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ എന്നിവരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ക്ഷേത്രത്തിലേക്കും ശ്രീവത്സം അതിഥി മന്ദിരങ്ങളിലേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ക്ഷേത്രനടയിലെ കടകളിൽ കയറി പരിശോധന നടത്തി. തിങ്കളാഴ്ച രാവിലെ 8:40 പത്നി സുദേശ ധൻഖറിനൊപ്പം ഉപരാഷ്ട്രപതി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കൂടെയുണ്ടാകും. ഹെലിപ്പാഡിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്വീകരിക്കും. കാർ മാർഗം 9 ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും. 5 മിനിറ്റ് നേരത്തെ വിശ്രമത്തിന് ശേഷം ദേവസ്വം ബഗ്ഗിയിൽ ക്ഷേത്രത്തിലെത്തും. ദർശനം കഴിഞ്ഞ് 9:30 മടങ്ങും. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ഭക്തർക്കും ദർശനത്തിനും റോഡിൽ ഗതാഗതത്തിനും നിയന്ത്രണമുണ്ടാകും. അതിഥി മന്ദിരത്തിൽ നിന്ന് തെക്കേ നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെ ഇരുഭാഗത്തുമുള്ള കടകൾക്ക് തുറക്കാൻ അനുമതിയില്ല. ഈ ഭാഗം തുണി കൊണ്ട് മറയ്ക്കും. ക്ഷേത്രനഗരിയിലെ ലോഡ്ജുകളിൽ താമസിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. ഉപരാഷ്ട്രപതി മടങ്ങുന്നതുവരെ സ്വകാര്യ ഹെലികോപ്റ്റർ, ഡ്രോൺ തുടങ്ങിയവ പറത്തുന്നത് നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. TCV ഗുരുവായൂർ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ യാത്രയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കി. ശ്രീകൃഷ്ണ കോളേജ് മുതൽ ക്ഷേത്രം വരെയുള്ള ഭാഗങ്ങളിലെ ഇരുഭാഗത്തുമുള്ള 10ഓളം മരങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചു നീക്കിയത്. റോഡരികിൽ കാടുപിടിച്ച് കിടക്കുന്ന പുല്ലുകൾ വെട്ടി വൃത്തിയാക്കി. റോഡിലെ കുഴികളടച്ച് അറ്റകുറ്റപ്പണി നടത്തി. കോളേജ് മുതൽ ക്ഷേത്രം വരെ പ്രധാന പോയിന്റുകളിൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. രാവിലെ 8 മുതൽ 10 വരെ സ്കൂൾ വാഹനങ്ങൾ ഒഴികെ മറ്റൊന്നും പ്രവേശിക്കാൻ അനുമതിയില്ല. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കൂൺഗ്രാമം പദ്ധതിയിലേക്ക് ഇരിങ്ങാലക്കുട മണ്ഡലത്തെ തെരഞ്ഞെടുത്തതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന പച്ചക്കുട സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് കൂൺഗ്രാമം പദ്ധതി മുതൽക്കൂട്ടാവുമെന്ന് മന്ത്രി പറഞ്ഞു. കൃഷിവകുപ്പ് നടത്തുന്ന പ്രയത്നങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകി വരുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. പച്ചക്കുട അടക്കം ഇതിനായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികൾക്ക് അംഗീകാരം കൂടിയായാണ് പുതിയ പദ്ധതിക്ക് മണ്ഡലത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 100 ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകൾ, 2 വൻകിട ഉൽപാദന യൂണിറ്റുകൾ, 1 വിത്തുൽപാദന യൂണിറ്റ്, 10 കമ്പോസ്റ്റ് യൂണിറ്റുകൾ, 2 പാക്ക് ഹൌസുകൾ, 3 സംസ്കരണ യൂണിറ്റുകൾ, 100 കർഷകർക്കുള്ള പരിശീലനം എന്നിവ ഉൾപ്പെട്ടതാണ് കൂൺഗ്രാമം പദ്ധതി. കുന്നുകുളം പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ പുരോഗമിക്കുന്നു. ഇതോടെ കുന്നുകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാറയമ്പാടം വഴി സഞ്ചരിച്ചു തുടങ്ങി. പാറയമ്പാടത്ത് പൈപ്പിടുന്ന ജോലികൾ നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം പഴഞ്ഞി വഴി ഏറെ വളഞ്ഞാണ് പോയിരുന്നത്. പൈപ്പിട്ട ഭാഗത്ത് ചെളികെട്ടി നിൽക്കുന്നത് കാൽനട യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. 2 മാസം മുൻപാണ് അക്കിക്കാവിൽ നിന്ന് പുതിയ പൈപ്പിടുന്ന പണികൾ തുടങ്ങിയത്.
റോഡരികിലെ പൈപ്പുകൾ കാലപ്പഴക്കം മൂലം പൊട്ടുന്നത് പതിവായതോടെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പൈപ്പിടൽ മൂലം സംസ്ഥാന പാതയിൽ അഗതിയൂർ റോഡ് മുതൽ അയ്യപ്പത്ത് റോഡ് വരെയുള്ള ഭാഗത്ത് നവീകരണം നടത്തിയിരുന്നില്ല. പൈപ്പിടൽ പണി ഇഴഞ്ഞതോടെ വാഹനങ്ങൾ 2 മാസത്തോളം പോർക്കുളം പഴഞ്ഞി വഴിയാണ് സഞ്ചരിച്ചിരുന്നത്. സമയനഷ്ടം മൂലം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അതിവേഗത്തിൽ ഗ്രാമീണ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. മാള കേബിൾ വിഷൻ സമാദരണം വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. 100% വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങൾക്കും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്കും പുരസ്കാരങ്ങൾ നൽകി. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും ഉൾപ്പെടുന്നതായിരുന്നു 10ാമത് പുരസ്കാരമായി നൽകിയത്. 240 വിദ്യാർത്ഥികളാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സമാദരണം ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്തു. 24 ന്യൂസ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, COE സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CP ഉദയൻ, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, മാള കാർമൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, കേരള വിഷൻ തൃശൂർ ചെയർമാൻ KC ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P ഗോപകുമാർ, COA മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ, സെക്രട്ടറി CP പ്രദീപ്, മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. TCV മാള. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ദുരൂഹ സാഹചര്യത്തിൽ തെലങ്കാനയിൽ മരിച്ച ബ്രഹ്മാനന്ദഗിരി സ്വാമി അനുസ്മരണം നടന്നു. അനുസ്മരണ സമ്മേളനം ചെറുതുരുത്തി ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമയാനന്ദ സ്വാമി ബ്രഹ്മാനന്ദ ഉദ്ഘാടനം ചെയ്തു. കോട്ടിയാട്ട് മുക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മങ്ങാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സന്യാസി സഭ രക്ഷാധികാരി പീഠാധീശ്വർ ദണ്ഡിസ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ്, മോക്ഷ സംഘടനാ സെക്രട്ടറി വിപിൻ കുറിയടത്ത്, മരത്തങ്കോട് അയ്യപ്പസ്വാമി ക്ഷേത്രം രക്ഷാധികാരി ശ്രീലാൽ ശാന്തി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഓണത്തിന് കേരളത്തിന് പ്രത്യേക റേഷനരി വിഹിതം നിരസിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് CITU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ഏരിയ സെക്രട്ടറി PM സോമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. KA അസീസ്, MS പ്രേമലത, ഷീബ ബിജു, പ്രീജ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. അധികാര ധാർഷ്ട്യത്തിന്റെ ആൾരൂപമായി ആരോഗ്യമന്ത്രി അധപതിച്ചെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ഹാരിസ് ബീരാൻ MP പറഞ്ഞു. MSF ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് ചാവക്കാട് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയെ കുത്തകകൾക്ക് വേണ്ടി തകർത്തുകളഞ്ഞ മന്ത്രി കേരള ജനതയ്ക്ക് അപമാനമാണെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലിയൂർ അധ്യക്ഷത വഹിച്ചു. CH റഷീദ്, PK നവാസ്, CA മുഹമ്മദ് റഷീദ്, PM സാദിഖ് അലി, PM അമീർ, RV അബ്ദുറഹീം തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യഫെഡിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, മാനേജർ സുരേഷ് കുമാർ, നഗരസഭാ കൌൺസിലർ ഗീതാറാണി, വിദ്യാസാഗർ, KC സതീശൻ, മത്സ്യഫെഡ് ഭരണസമിതി അംഗം ഷീലാരാജ് കമൽ, K സുജ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ട് വളരെ അഭിനന്ദനീയമായ ഒട്ടേറെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന
ഒരു ചെറുമഴ പെയ്താൽ പോലും അന്തിക്കാട് ഗവൺമെന്റ് ആശുപത്രിയുടെ OP ബ്ലോക്കിന് മുൻപിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് രോഗികളെ വലയ്ക്കുന്നതായി ആക്ഷേപം. മഴ പെയ്താൽ വാഹനത്തിൽ വരുന്നവരായാലും നടന്നു വരുന്നവരായാലും വെള്ളക്കെട്ടിലൂടെയല്ലാതെ OPയിൽ പ്രവേശിക്കാനാകില്ല. നിരവധി രോഗികളാണ് ദിനംപ്രതി ഇവിടെ ചികിത്സ തേടി എത്തുന്നത്. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ ചവിട്ടി ചെരുപ്പ് ഊരിയിട്ടാണ് രോഗികൾ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത്. അസുഖമായി വരുന്നവരിലും വയോധികരിലും ഈ വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായാണ് പരാതി. ഈ സാഹചര്യത്തിൽ OPക്ക് മുൻപിൽ വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശമംഗലത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം കറ്റുവട്ടൂർ കപ്പാരത്ത് പറമ്പിൽ 44 വയസ്സുള്ള ഹരിദാസനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹരിദാസനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും തിരയുന്നതിനിടയിലാണ് മൃതദേഹം കിണറ്റിൽ കണ്ടത്. ഷൊർണൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തിയായിരുന്നു ഹരിദാസൻ. തൃശൂർ നിയോജകമണ്ഡലം MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് ഗ്രന്ഥശാലകൾക്കുള്ള പുസ്തക വിതരണം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. ഒളരിക്കര ഗ്രാമീണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി കൌൺസിൽ കൺവീനർ M. നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് ഷാനവാസ് എൽത്തുരുത്ത്, ഡിവിഷൻ കൌൺസിലർ സജിത ഷിബു, ഒളരി CPM ലോക്കൽ സെക്രട്ടറി KM സോണി, CPI അയ്യന്തൂർ ലോക്കൽ സെക്രട്ടറി ഷാജു കുണ്ടോളി തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം മഹ്മൂദ് മുസ്ലിയാരുടെ 44ാമത് ആണ്ടുനേർച്ച നടത്തി. മൗലിദ് പാരായണത്തിനും മദ്ഹ് പാട്ടിനും ഉസ്താദ് അഹമ്മദ് കുട്ടി അൽ ഖാസിമി, ഹാഫിൽ ജുനൈദ് ഫൈസി, റാഫി മൊയ്നി നേതൃത്വം നൽകി. ഉസ്താദ് ഹാഫിൽ അനസ് ബാഖവി നസീഫത്തും പ്രഭാഷണവും നിർവഹിച്ചു. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ ഖത്തം ദുആയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് പൊന്നാത്ത് ആലി മുഹമ്മദ്, മഹല്ല് ജനറൽ സെക്രട്ടറി കൂർമത്ത് സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അന്നദാനത്തോടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. തിരുവത്ര മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തിരുവത്ര അത്താണി TM മഹലിൽ നടന്ന ചടങ്ങ് മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ബാർ കൌൺസിൽ ഓഫ് കേരള ചെയർമാൻ TS അജിത്, KV സത്താർ, HM നൌഫൽ, PV ബദറുദ്ദീൻ, നിഖിൽ G കൃഷ്ണ, ഹസീന സുബൈർ, MS ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ച് നമ്മുടെ സമൂഹത്തിൽ ബിരുദം നേടുകയും വലപ്പാട് ബസ് തടഞ്ഞു നിർത്തി വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കഴിമ്പ്രം ബീച്ച് സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ ഷിബിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിമ്പ്രം വലിയ നടിയിരിപ്പിൽ മത്സ്യബന്ധന തൊഴിലാളിയായ ചന്ദ്രാപ്പിനി ചാമക്കല സ്വദേശി അല്ലപ്പുഴ വീട്ടിൽ ബാബുവും മറ്റ് തൊഴിലാളികളും യാത്ര ചെയ്തു വന്നിരുന്ന ബസ്സിൽ കയറി വധഭീഷണി മുഴക്കിയ കേസിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മഴയാത്ര നടത്തി. കടങ്ങോട് മല്ലൻകുഴി നീർച്ചോലയിലേക്കാണ് മഴയാത്ര നടത്തിയത്. ഇടം അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒന്നിച്ച് നടത്തിയ മഴയാത്രയിൽ 50ഓളം പേർ പങ്കെടുത്തു. 2 കിലോമീറ്ററോളം ദൂരം നടന്നാണ് മല്ലൻകുഴിയിലെത്തിയത്. ഇടം സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, സബ് കമ്മിറ്റി ചെയർപേഴ്സൺ KR രാധിക, കൺവീനർ സുബ്രു നമ്പിടി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റഷീദ് എരുമപ്പെട്ടി, നാരായണൻ കോടനാട്, നാസിമ ഷക്കീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കാവാലഞ്ചിറ കുളം വലകൾ കെട്ടി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയ വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നടപടികൾക്കെതിരെ BJP പ്രതിഷേധിച്ചു. സഹസ്ര സരോവരം പദ്ധതി പ്രകാരം 1 കോടി രൂപ ചെലവഴിച്ച് നവീകരണം നടത്തിയ കാവാലഞ്ചിറ മത്സ്യകൃഷിയുടെ പേരിൽ സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വലകൾ കെട്ടിയ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് BJP നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ യോഗം BJP പഞ്ചായത്ത് ഇൻചാർജ് രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി അധ്യക്ഷത വഹിച്ചു. മുരളി വടക്കൂട്ട്, അഖിൽ കുട്ടഞ്ചേരി, ഉദയൻ വന്ദന, ദിബിൻ കുന്നത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി.
വനമഹോത്സവത്തിന്റെ ഭാഗമായി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനും ഓർഗനൈസേഷൻ ഓഫ് എൻവയൺമെന്റ് സ്റ്റഡീസും കൂട്ടായ്മയായ പ്രാദേശിക സഞ്ചാരവും സംയുക്തമായി ചിറചക്കിച്ചോലയിൽ വിത്തൂട്ട് നടത്തി. പ്രാദേശിക സഞ്ചാരത്തിന്റെ രക്ഷാധികാരി AV വല്ലഭൻ കണ്ടഞ്ചിറ റിസർവറിൽ വിത്തുണ്ട നിക്ഷേപിച്ച് ഉദ്ഘാടനം ചെയ്തു. പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോഓർഡിനേറ്റർ TA മുഹമ്മദ് ഷാഫി, ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ, പ്രവീൺ, സുമേഷ്, അലസ്റ്റിൻ, പ്രാദേശിക സഞ്ചാരം പ്രവർത്തകരായ രാമചന്ദ്രൻ, അറഫത്ത്, അഡ്വക്കേറ്റ് ഷൈന തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അധ്യയന വർഷത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ SSLC+2 വിദ്യാർത്ഥികളെ ആദരിച്ചു. കടപ്പുറം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ TR ഇബ്രാഹിം, AV അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിത തിരക്കുകൾക്കിടയിൽ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സമയം ലഭിക്കുന്നില്ലെന്ന് പരാതി പറയുന്നവർക്കുള്ള മറുപടിയാണ് നഴ്സിംഗ് ഓഫീസറായ ഷെറിൻ P. ബഷീർ. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച ഷെറിൻ യാത്രയെ ജീവിതത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. യാത്രകളോട് പണ്ടേ തൊട്ട് പ്രിയമുള്ള ഷിറിൻ കേരളം മുഴുവൻ കണ്ടറിഞ്ഞ ശേഷം 2021 അതിർത്തി കടന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒറ്റയ്ക്കും കൂട്ടായും 4.5 വർഷം കൊണ്ട് കണ്ടറിഞ്ഞു കഴിഞ്ഞു ഇവർ. ഒറ്റയടിക്ക് യാത്ര പോകുകയല്ല ഷിറിൻ ചെയ്യുന്നത്. ഒഴിവു ദിവസങ്ങളിൽ പോലും ജോലി ചെയ്ത് സ്വരുക്കൂട്ടുന്ന അവധികൾ ഒന്നിച്ചെടുത്താണ് യാത്ര. യാത്ര തുടങ്ങും മുൻപേ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കും. പൊതുഗതാഗത്തെ മാത്രം ആശ്രയിച്ചാണ് ഷിറിന്റെ യാത്ര. കണക്കുകൂട്ടലുകളോടെ പുറപ്പെട്ടാൽ യാത്രകൾ സുരക്ഷിതവും കീശ കാലിയാകാതെയും പൂർത്തീകരിക്കാനാകുമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. യാത്ര തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ലിസ്റ്റായിരുന്നു കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ലക്ഷദ്വീപ്, അതുപോലെ താജ്, ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു ലിസ്റ്റായിരുന്നു. പക്ഷെ ഓരോ സ്ഥലങ്ങൾ കണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ലിസ്റ്റ് പതുക്കെ വലുതായി തുടങ്ങി. ഒരിക്കൽ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങടയുടെ ഇന്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു ആള് ഒരു ലൈഫിൽ ഒരു രാജ്യം കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് രാജ്യം കാണണം? അപ്പോൾ ആള് പറഞ്ഞു, ഒരു സംശയമില്ല ഇന്ത്യ. പക്ഷെ ഇന്ത്യ കാണാൻ എളുപ്പമല്ല. അപ്പം അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു ഇന്ത്യ കാണുക എന്നുള്ളത്. അത് ഓൾമോസ്റ്റ് ഞാൻ എത്തിപ്പിടിച്ചു. സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനും ഒന്നും മാറ്റി വെക്കേണ്ടതില്ല. പൈസയും സാഹചര്യവും പെർമിഷനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ടൈം ഇല്ല എന്നുള്ളത് ഒരു റീസൺ അല്ല, നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. എത്ര കണ്ടാലും മതിവരാത്തത് തമിഴ്നാടിന്റെ ഗ്രാമഭംഗിയാണെന്നാണ് ഷെറിന്റെ പക്ഷം. ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകി അവയെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിച്ചാൽ ജീവിതം സന്തോഷകരമായിരിക്കുമെന്നാണ് ഷെറിന്റെ പക്ഷം. യാത്രകൾ നൽകിയിട്ടുള്ള ഊർജ്ജം ഉൾക്കൊണ്ട് ഷെറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാസ്ത എന്ന യാത്രികരുടെ വാട്സപ്പ് കൂട്ടായ്മ കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവർ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. യാത്രയ്ക്കിറങ്ങുന്നവർക്ക് സഹായത്തിനായി ഒരു സമ്പൂർണ്ണ യാത്രാ ഗൈഡ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെറിൻ P. ബഷീർ. ദൈനംദിന ജീവിതത്തിന്റെ തിരക്ക് കാരണം യാത്ര പോകാൻ കഴിയുന്നില്ലെന്ന് പരിതപിക്കുന്നവർക്കുള്ള മറുമരുന്നാണ് ഷെറിൻ എന്ന ആരോഗ്യ പ്രവർത്തകയുടെ ജീവിതം. TCV കൊടുങ്ങല്ലൂർ. തിരുവല്ലാമല കാട്ടുകുളം GLP സ്കൂളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പുതിയ ടർഫ് ഗ്രൗണ്ടിന്റെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ 18 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തികൾ നടന്നുവരുന്നത്. ഓണത്തിന് മുൻപ് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുവാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഗ്രാമീണ മേഖലയിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഒരുപോലെ ഗുണപ്രദമായ രീതിയിൽ കായിക വികാസം ഉദ്ദേശിച്ച് നിർമ്മിക്കുന്ന ഗ്രൗണ്ട് തികച്ചും സൗജന്യമായി ഏവർക്കും ഉപയോഗിക്കാമെന്ന് വൈസ് പ്രസിഡന്റ് M. ഉദയൻ പറഞ്ഞു.
ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ കെ എ ജ്യോതിഷ്, കെ വി തമ്പി, കെ പ്രവീൺകുമാർ, കെ ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമികയിൽ ജയിൽ അനുഭവങ്ങൾ പങ്കുവച്ച് അടിയന്തരാവസ്ഥ തടവുകാർ സംവദിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് 50 ആണ്ട് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ചർച്ചാവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ നക്സലൈറ്റ് തടവുകാരനും അടിയന്തരാവസ്ഥ തടവുകാരുടെ ഏകോപന സമിതി ജില്ലാ കൺവീനറും ഗ്രാമിക പ്രസിഡന്റുമായ പി കെ കിട്ടനും അടിയന്തരാവസ്ഥ തടവുകാരനും CPI ML റെഡ് ഫ്ളാഗ് സംസ്ഥാന സെക്രട്ടറിയുമായ PC ഉണ്ണിച്ചക്കനുമാണ് അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഇക്കാലത്ത് ഇത്തരം ഓർമ്മപ്പെടുത്തൽ തന്നെ പോരാട്ടമാണെന്ന് ഉണ്ണിച്ചക്കൻ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, അനീഷ്, ഹാറൂൺ റഷീദ്, കെ പ്രസാദ്, പി സതീശൻ, അരുൺ, ഗായത്രി, CU ശശീന്ദ്രൻ, MA ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ കുറുവണ്ണൂർ ശ്രീ സന്താനഗോപാല ക്ഷേത്രത്തിൽ 1-ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബലിക്കൽ പൂര പുനർനിർമ്മാണത്തിന് കുറുവണ്ണൂർ ഗംഗാധരൻ ആചാരി ഉത്തരംവെപ്പ് നടത്തി. ക്ഷേത്രം ഊരാളൻ കപ്പിയൂർ രാമചന്ദ്രൻ നമ്പൂതിരി, മേൽശാന്തി രാകേഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കുടിവെള്ള മലിനീകരണത്തിനെതിരെ കാട്ടൂരിൽ മനുഷ്യച്ചങ്ങലയും പൊതുയോഗവും നടന്നു. പൊതുയോഗം അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആശ, ബൽക്കീസ് ബാനു, കുടിവെള്ള സംരക്ഷണ വേദി സെക്രട്ടറി മോളി പിയൂസ്, അരുൺ വൻപറമ്പിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ, CPI പ്രതിനിധി AJ ബേബി, BJP മണ്ഡലം പ്രസിഡന്റ് ഷെറിൻ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി K സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈദരാബാദ് ഗച്ചിബൌളി സ്റ്റേഡിയത്തിൽ നടക്കുന്ന 24ാമത് നാഷണൽ വുഷു ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിൽ നിന്നും പങ്കെടുത്തവർ മികച്ച നേട്ടം കരസ്ഥമാക്കി. അനുപമ, സാമുവൽ, സേവിയർ, നന്ദന, നേഹ, സാറ പോൾ എന്നിവർ 4ഉം 5ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. അഞ്ച് വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ വട്ടമാവിലെ പകൽവീട് ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല. വട്ടമാവ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്താണ് 10 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം പണിതത്. കോവിഡ് പ്രതിസന്ധിക്കിടെ പകൽവീടിന്റെ ഉദ്ഘാടനം നടന്നിരുന്നില്ല. പിന്നീട് കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രത്തിന് വേണ്ടി കൊണ്ടുവന്ന 300ഓളം കിടക്കകളും കട്ടിലുകളും സൂക്ഷിക്കാൻ കെട്ടിടം ഉപയോഗിച്ചു. കോവിഡ് മാറി ജനജീവിതം പൂർവ്വസ്ഥിതി പ്രാപിച്ചെങ്കിലും കെട്ടിടത്തിനുള്ളിലെ സാധനങ്ങൾ അവിടെ തന്നെ കിടന്നു. 4 വർഷത്തോളമാണ് ഈ സ്ഥിതി തുടർന്നത്. റവന്യൂ വിഭാഗത്തിന്റെ കീഴിലുള്ള ഈ കിടക്കകളും കട്ടിലുകളും നീക്കം ചെയ്യണമെന്ന് പലപ്പോഴായി പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത കാലത്താണ് അവ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. കെട്ടിടം ഉപയോഗിക്കാൻ സാധിക്കാതെ കിടന്നതിനാൽ വയോജനങ്ങൾക്കുള്ള മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകൽ വീടിനു വേണ്ടി ഈ കെട്ടിടം സജ്ജീകരിക്കാൻ ഇനി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരും. ഈ മാസം തുറക്കാനുള്ള പദ്ധതി ഉണ്ടെന്നാണ് പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ അതിനു വേണ്ട ഒരുക്കങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. കെട്ടിടത്തിന്റെ മുകളിൽ ഷീറ്റ് മേഞ്ഞ് അവിടെ യോഗ, ജിം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. TCV കുന്നംകുളം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 14ാം വാർഡിൽ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ MU ഷിനിജ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ VS ദിനൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. PP സുഭാഷ്, TR ജിതിൻ, ഹണി പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. വനമഹോത്സവത്തോടനുബന്ധിച്ച് ലിയോ ക്ലബ് ഓഫ് വില്ലുവാതിരി മായന്നൂർ വനം വകുപ്പുമായി ചേർന്ന് തിരുവല്ലാമലയിലെ വനമേഖലയായ മലവട്ടത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സീഡ് ബോളുകൾ വിതച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MV ജയപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ലിയോ ക്ലബ് ഓഫ് വില്ലുവാതിരി പ്രസിഡന്റ് പ്രണവ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള കൈക്കോള മുതലി സംസ്ഥാന സംഗമം തിരുവല്ലാമലയിൽ നടന്നു. സംഘത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. K പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ S മുരുകേശൻ അധ്യക്ഷത വഹിച്ചു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ ബഷീർ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പരിപാടികൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ വിന്നി ഉദ്ഘാടനം ചെയ്തു. ബഷീറിന്റെ സാഹിത്യകൃതികളിലെ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങൾ അവതരിപ്പിച്ച കുട്ടികൾ ചടങ്ങിന്റെ മാറ്റുകൂട്ടി. അധ്യാപകരായ ചിൻഡി, അനീറ്റ എന്നിവർ നേതൃത്വം നൽകി.
അരിമ്പൂർ പഞ്ചായത്ത് 11-ാം വാർഡ് വികസന സമിതിയുടെയും കുടുംബശ്രീ ADSന്റെയും ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ, ADS സെക്രട്ടറി സീന രാംദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരവും കൈമാറി. നിയമപാലകർക്ക് ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് മഴക്കോട്ടുകൾ നൽകി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആവശ്യമായ മഴക്കോട്ടുകളാണ് നൽകിയത്. SI CK ഷാജു ഏറ്റുവാങ്ങി. ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OT സൈമൺ, ട്രഷറർ KB ഷൈജു, ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ശിവദാസ് മല്ലപ്പുള്ളി, പോളി ഫ്രാൻസിസ്, CD ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. ചാലക്കുടി മേലൂരിൽ മിന്നച്ചൂലി, മുള്ളൻപാറ, പിണ്ടാണി എന്നിവിടങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. ഉപരാഷ്ട്രപതി തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. രാവിലെ 8 മുതൽ 10 വരെ ദർശനത്തിന് നിയന്ത്രണം. ക്ഷേത്രനഗരിയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കൂൺഗ്രാമം പദ്ധതിയിലേക്ക് ഇരിങ്ങാലക്കുട മണ്ഡലത്തെ തെരഞ്ഞെടുത്തതായി മന്ത്രി R ബിന്ദു. പച്ചക്കുട സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് കൂൺഗ്രാമം പദ്ധതി മുതൽക്കൂട്ടാവുമെന്ന് മന്ത്രി. കുന്നംകുളം പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ പുരോഗമിക്കുന്നു. പൈപ്പിട്ട ഭാഗത്ത് ചെളി കെട്ടി നിൽക്കുന്നത് കാൽനട യാത്രക്കാരെ വലയ്ക്കുന്നു. ഈ വെളിച്ചം പൂർണ്ണമാകുന്നു. നമസ്കാരം.